പള്ളിയിലച്ചൻ്റെ മോൻ സിനിമ കാണുകയോ, ഒരു പള്ളിയിലച്ചൻ്റെ മോൻ സിനിമക്കാരനാവുകയോ, ആ പയ്യൻ തൻ്റെ വഴി വെട്ടിത്തെളിക്കുമ്പോൾ ഇങ്ങനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചവർ ഏറെയാണ്. പക്ഷേ ആ പയ്യൻ അതൊന്നും കാര്യമാക്കിയില്ല. സിനിമ കണ്ടു, പാട്ട്, കരാട്ടെ, മിമിക്രി എന്നു വേണ്ട ഒരു ഷോർട്ട് ഫിലിം എടുത്തു സിനിമ വരെ എത്തി. പറയുന്നത് വേറെ ആരെയും കുറിച്ചല്ല, ഇന്നത്തെ യുവതാരങ്ങളിൽ ഏറ്റവും മിന്നി നിൽക്കുന്ന, തൊടുന്നതെല്ലാം ഹിറ്റാക്കുന്ന ബേസിൽ ജോസഫിനെ കുറിച്ച് തന്നെ. അദ്ദേഹം കടന്നു വന്ന നാൾവഴികളെക്കുറിച്ചാണ് പറഞ്ഞത്. അതും വയനാട്ടിൽ നിന്നും ഒരു പയ്യൻ നടനായും സംവിധായകനായും കഴിവ് തെളിയിച്ചു. 1990 ഏപ്രിൽ 28 വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിലാണ് ബേസിൽ ജോസഫ് ജനിക്കുന്നത്. അച്ഛൻ വൈദികനും അതിർത്തിക്കപ്പുറമുള്ള തമിഴ്നാട് സ്കൂളിലെ അധ്യാപകനുമാണ്. ബേസിലിൻ്റെ അച്ഛൻ ഒരു പള്ളിയിൽ അച്ഛനായതുകൊണ്ട് തന്നെ സിനിമ കാണുന്നതിന് ഒരുപാട് നിയന്ത്രണങ്ങളുണ്ടായിരുന്നു ബേസിലിന്. നോമ്പ് കാലത്ത് സിനിമ കാണരുത് എന്നതിൽ തുടങ്ങി സിനിമ ടാക്കീസിൽ പോയി സിനിമ കാണുന്നതിന് തന്നെ നിയന്ത്രണം. പിന്നെ എങ്ങനെ ബേസിൽ സിനിമയിൽ എത്തി എന്നതല്ലേ, അതാണ് ബേസിലിനുള്ള സംവിധായകൻ്റെ കഴിവ്. എന്തായാലും വീട്ടുകാർക്ക് അച്ഛനെ പോലെ ബേസിലിനെ പള്ളിയിലച്ഛനാക്കാൻ വലിയ മോഹമായിരുന്നു. എന്നാൽ താൻ ആ വഴിക്ക് പോകില്ലെന്ന് ബേസിൽ തെളിയിച്ചു. സെൻറ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചതിന് ശേഷം വയനാട് ചുരം ഇറങ്ങി നേരെ തിരുവനന്തപുരത്തേക്ക്. തിരുവനന്തപുരത്തെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ അഥവാ CET കോളേജിൽ ഇലക്ട്രോണിക്സ് മെയിൻ എടുത്ത് ബിടെക് പഠിച്ചു. അവിടെ വെച്ചായിരുന്നു ബേസിലിൻ്റെ സർഗവാസനകൾക്കെല്ലാം തുടക്കം കുറിച്ചത്. ഒരു ഷോർട്ട് ഫിലിം എടുത്ത് അവിടുത്തെ ആർട്സ് ക്ലബ് സെക്രട്ടറി കൂടിയായിരുന്നു ബേസിൽ. CET ലൈഫ് എന്ന ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചു. അതിനുശേഷം ഇൻഫോസിസിൽ ജോലിക്ക് കയറിയ ബേസിൽ അവിടെ വെച്ചും തൻ്റെ സർഗവാസനകൾ തുടർന്നു. ഏതു വേദികളിലും രംഗം രസകരമാക്കാൻ കഴിയുന്ന ഒരു ചങ്ങാതിക്കൂട്ടം, അതായിരുന്നു ബേസിലിൻ്റെ ഇൻഫോസിസ് കാലം. ആ സേഫ് സോണിൽ നിന്നുകൊണ്ടാണ് പ്രിയംവദ കാതരയാണോ എന്ന ഹ്രസ്വചിത്രം ബേസിൽ നിർമ്മിക്കുന്നത്. അത് ബേസിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ലിങ്ക് തനിക്ക് പരിചയമുള്ള സകല സിനിമക്കാർക്കും അയച്ചു. തൻ്റെ ആദ്യ റെസ്യൂമായി കണ്ട ഷോർട്ട് ഫിലിമായിരുന്നു അത്. താനയച്ച ആളുകളിൽ നടൻ അജു വർഗീസും ഉണ്ടായിരുന്നു. എന്തായാലും അജു വർഗീസിനെ ബേസിൽ ആ നിർമ്മിച്ച ഷോർട്ട് ഫിലിം വളരെയധികം ബോധിച്ചു. വളരെ വൈകാതെ തന്നെ അജു വർഗീസ് അത് വിനീത് ശ്രീനിവാസൻ അയച്ചു. ഷോർട്ട് ഫിലിം കണ്ട വിനീത് ശ്രീനിവാസൻ ബേസിലിനെ അഭിനന്ദിക്കാനും മറന്നില്ല. ആ സമയത്ത് സംവിധാന സഹായി ആവാനുള്ള ബേസിലിൻ്റെ ആഗ്രഹം മറച്ചുവെച്ചില്ല. പരിഗണിക്കാമെന്ന വിനീത് ശ്രീനിവാസൻ്റെ മറുപടി വെറുതെയായില്ല. 8 മാസത്തിന് ശേഷം വിനീത് ശ്രീനിവാസൻ്റെ ആ കോൾ ബേസിലിനെ തേടിയെത്തി. അങ്ങനെ തിര എന്ന സിനിമയിൽ സംവിധാന സഹായിയായി ബേസിലിൻ്റെ അരങ്ങേറ്റം. അങ്ങനെ വയനാട് നിന്ന് എത്തിയ ഒരു ടെക്കി സിനിമക്കാരനായി മാറി. 2015 കുഞ്ഞിരാമായണത്തിലൂടെ സ്വതന്ത്ര സംവിധായകനായ ബേസിൽ അങ്ങനെ 2017 ഗോദയും 2021 മിന്നൽ മുരളിയും എടുത്തു. സിനിമയിൽ ബേസിൽ വെറും ഒരു സംവിധായകൻ മാത്രമല്ല, തൻ്റേതായ ശൈലിയിൽ അഭിനയിക്കാൻ കഴിവുള്ള ഒരു നടൻ. അഭിനയ ജീവിതം തുടങ്ങുന്നത് ഒരു പക്ഷേ ഇൻഫോസിസ് കാലത്തെ തൻ്റെ ഷിഫ്റ്റ് വർക്കിന് ശേഷം അവിചാരിതമായി കിട്ടിയ ഒരു റോൾ. തൊട്ടടുത്ത ഫ്ലാറ്റിലെ ഒരു ഷൂട്ടിംഗ്, സിനിമ അപ്പ് ആൻഡ് ഡൗൺ. അതിൽ ലിഫ്റ്റ് ഓപ്പറേറ്ററായി ഒരു ചെറിയ വേഷം. ഈ ലിഫ്റ്റ് താഴെ ഇറക്കാൻ പ്രയാസമാണെന്ന ഒരൊറ്റ ഡയലോഗ്. അങ്ങനെ തുടങ്ങിയ അഭിനയ ജീവിതം പല സിനിമകളും കടന്ന് ഇന്ന് സൂക്ഷ്മദർശിനി വരെ എത്തി നിൽക്കുന്നു. ബേസിലിൻ്റെ വ്യക്തി ജീവിതവും രസകരമാണ്. CIT കാലത്ത് അദ്ദേഹത്തിന് കിട്ടിയ കൂട്ടുകാരിയാണ് എലി എന്ന് ബേസിൽ വിളിക്കുന്ന എലിസബത്ത്. കോളേജ് കാലത്ത് മനസ്സിൽ ഒളിപ്പിച്ച ഇഷ്ടവുമായി 1.5 വർഷമാണ് എലിസബത്തിൻ്റെ പുറകെ ബേസിൽ നടന്നത്. 7 വർഷത്തെ പ്രണയം, 2017 വിവാഹം. ഇന്ന് സംവിധായകനായും നടനായും വലിയ ഉയരങ്ങൾ താണ്ടുന്ന ചെറുപ്പക്കാരൻ. ബേസിലിൻ്റെ പ്രണയമാണ് വളരെ രസകരം എന്ന് പറയുന്നത്. ചാരിറ്റി പ്രവർത്തനങ്ങളും ഒക്കെയായി നടക്കുന്ന എലിസബത്തിൻ്റെ പിന്നാലെ ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ തന്നെ വളച്ചെടുത്ത വ്യക്തിയാണ് ബേസിൽ എന്ന് പറയുന്നത്. വളരെ കഷ്ടപ്പെട്ട് നേടിയ, യെസ് പറയാൻ സമയമെടുത്ത ഒരു പ്രണയം. അഭിനയത്തിലും സംവിധാനത്തിലും മാത്രമല്ല, പ്രണയത്തിലും അത്യാവശ്യം കഴിവ് തെളിയിച്ച വ്യക്തിയാണ് താനെന്ന് പലയിടങ്ങളിലും സ്വയം അംഗീകരിക്കുന്ന, സ്വാഭിമാനത്തോടെ പറയുന്ന ബേസിൽ
പുതിയ തലമുറകൾക്ക് പുത്തൻ പ്രതീക്ഷയാണ്. പുതിയ പ്രതീക്ഷകളും അവസരങ്ങളും നൽകുന്ന ബേസിലിൻ്റെ പ്രൊജക്റ്റുകൾക്കായി കാത്തിരിക്കാം, പുത്തൻ ആസ്വാദനത്തിനായി.